എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ദീപ കെ കാക്കോ. എൻ്റെ ചാനലിൻ്റെ പേര് കാക്കോ തേയിലച്ചിരി വീട്. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. പാവൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഡിഷ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പാവക്ക മെഴുക്ക് പുരട്ടി അതാണ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഇതിന് വേണ്ടുന്ന രീതിയിൽ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ ആവശ്യമായ രീതിയിൽ നമുക്ക് ഈ പാവക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, പാവക്ക മെഴുക്ക് പുരട്ടിക്ക് വേണ്ടുന്ന രീതിയിൽ പാവക്ക ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നേരിയതായിട്ട് കട്ട് ചെയ്യണം. പിന്നെ ഉള്ളി വേണം, പച്ചമുളക് വേണം, കറിവേപ്പില വേണം. അപ്പോൾ ഇനി നമുക്ക് ആദ്യം എന്ത് വേണം? പാവക്ക എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് എടുക്കണം. മെഴുക്ക് പുരട്ടിയില്ലേ, അപ്പോൾ എണ്ണയിൽ നല്ല രീതിയിൽ വഴറ്റി എടുക്കണം. അപ്പോൾ നമുക്കങ്ങനെ ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഞാൻ ഇച്ചിരി കടുകിടും. വെറുതെ ചുമ്മാ ഒരു കാണാൻ വേണ്ടി. ഇനി രണ്ട് കറിവേപ്പില, വെള്ളം ഉണ്ട് അതുകൊണ്ട. അപ്പോൾ കറിവേപ്പില ഇട്ടു. ഇനി ഉള്ളി ഇടണം. ഉള്ളി അത് ആദ്യം കുറച്ച് വഴറ്റണം. ഉള്ളി വഴറ്റുന്നു. നമുക്ക് ഇതല്ലേ വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ടാണ് പാവക്ക വെച്ചേക്കണം. വളരെ നേരിയതായിട്ട് കണ്ടില്ലേ ഉണ്ട്. അപ്പോൾ ഇത് അതിലേക്ക് ഇടാം. ഈ രണ്ട് പച്ചമുളകുണ്ട്, അത് നമുക്ക് ഇടാം. ഓക്കെ, എന്നിട്ടൊന്ന് ഇറക്കി കൊടുക്കാം. നമുക്ക് ഇതിനാവശ്യമായ ഉപ്പിടണം. എത്രയുണ്ടെന്ന് പാകത്തിന് ഇട്ടാലും മതി കേട്ടോ. പാകത്തിന്. ശകലം മഞ്ഞളും വേണം. നല്ല രീതിയിൽ വഴറ്റി കൊടുക്കണം. ഇനി ഇതിൽ കുറച്ച് സമയം വേവാൻ വെക്കണം. എത്ര സമയം എന്ന് ഞാൻ പറഞ്ഞില്ല. അതായത് കയ്പൊക്കെ വേവാൻ ആവശ്യമായ ടൈം വേണമല്ലോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് വഴറ്റിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അതിപ്പോൾ വേവാൻ ആവശ്യമായ സമയം എത്രയാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. നമുക്കത് കുറച്ച് സമയം ഒന്ന് വേവിക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. സാവധാനത്തിലൊന്ന് വെന്ത് വരട്ടെ. പാവക്ക നമ്മള് എണ്ണയിലിട്ട് വഴറ്റി എടുക്കുന്നത് കൊണ്ടേ ഒരേ സമയം അടച്ചു വെക്കാൻ പാടില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ അടപ്പ് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പൊ ഏകദേശം വേവാറായിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെക്കാം. ചിലപ്പോഴേ വെള്ളമൊന്നും ഒഴിക്കാതെ എണ്ണയിൽ വഴറ്റിയെടുക്കുന്നതാകുമ്പോഴേ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ കരിയാതെ എടുക്കണം. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് അടച്ചു വെക്കാം കുറച്ച് സമയം. ഞാനിത് നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിക്കണില്ലാന്നേ ഉള്ളൂ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് മീൻസ്
ഓപ്പൺ ആക്കണു, ഇളക്കി കൊടുക്കണു, അടച്ചു വെക്കണു, പിന്നെയും ഓപ്പൺ ചെയ്യുന്നു, ഇളക്കി കൊടുക്കണു, അടച്ചു വെക്കണുണ്ട് കേട്ടോ. അത് കാണിക്കണില്ലാന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ചെയ്യണം. വെന്ത് വന്ന് കഴിഞ്ഞിട്ട് എന്താ ഇച്ചിരി കറിവേപ്പിലയില്ലേ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി അതിനെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തിട്ട് അപ്പോൾ ഒരു കുറച്ച് സമയം കൂടി ഒന്ന് വേവട്ടെ. നമ്മുടെ പാവക്ക മെഴുക്ക് വരട്ടി ഏകദേശം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി അത് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ശകലം എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു. ഞാൻ ആദ്യം തന്നെ കുറച്ച് എണ്ണ കൂടുതൽ കൊടുത്തതുകൊണ്ടാണ് പിന്നെ എണ്ണ ഒഴിക്കാതിരുന്നത്. അപ്പം ഇത് നമുക്കിത് ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് മീനൊക്കെ ഫ്രൈ ചെയ്യില്ലേ, അത്രയും ഫ്രൈ വേണ്ട, എന്നാലും ആ പച്ച കളറൊക്കെ മാറി ഇളം ചെറിയതായിട്ടുള്ളൊരു റോസ് കളർ ചുമപ്പ് കളർ വരണം. അപ്പോൾ പിന്നെയും ഞാൻ എണ്ണ ഒഴിച്ചു. നമുക്കൊന്ന് വഴറ്റി എടുക്കാം. പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞു പോകും, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. കുറച്ച് സമയം നല്ലോണം വഴറ്റി ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാവക്ക മെഴുക്ക് വരട്ടി ഏകദേശം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഓഫ് ചെയ്ത് വെക്കാം. പാവക്ക മെഴുക്ക് വരട്ടി തയ്യാറായി. ഇതാണ് പാവക്ക ഇത് മെഴുക്ക് വരട്ടി. ഇതെടുക്കുക, ഇച്ചിരി നല്ല ബ്രൗൺ കളറ് പോലെ ഫ്രൈ ചെയ്തെടുത്തു എണ്ണയിൽ. അപ്പോൾ എൻ്റെ പേര് ദീപ കെ കാക്കോ, എൻ്റെ ചാനലിൻ്റെ പേര് കാക്കോ തിലച്ചിരി വീട്. അപ്പോൾ ഈ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.